ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ചില പ്രേക്ഷകർ നേരത്തെ ചൂടുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്നൊക്കെ കമന്റ് ബോക്സിൽ ചോദിച്ചു കണ്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് അലക്സ്? റിജിത്ത, ചൂട് അങ്ങനെ തുടരുകയാണ്, അങ്ങനെ ഉയർന്നു തന്നെ തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ. പ്രത്യേകിച്ച് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, ആലപ്പുഴയിലും കോഴിക്കോടും ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് അല്പം മുമ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂടേറിയതും അതുപോലെ അസ്വസ്ഥതയേറിയതുമായ അന്തരീക്ഷ സ്ഥിതി അടുത്ത 3 ദിവസം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടും രാത്രികാല താപനില മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജില്ലകൾക്ക് പുറമെ 9 ജില്ലകൾ, അതായത് ആകെ 12 ജില്ലകളിൽ സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, മലപ്പുറത്തും കാസർഗോഡും ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടായിരിക്കും രേഖപ്പെടുത്തുക ഈ ജില്ലകളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അതിനാൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും ഒക്കെ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.